കയ്യെത്തും ദൂരത്ത് എന്ന മലയാള സിനിമ കാണാത്തവരുണ്ടാകില്ല. ഫഹദ് ഫാസിൽ നായകനായ ആദ്യ ചിത്രമെന്ന പേരിൽ ശ്രദ്ധേയമായ ആ സിനിമയിലൂടെയാണ് നിഖിത എന്ന നടിയെയും മലയാളികൾ കണ്ടത്. അതിമനോഹരമായ നിരവധി ഗാനങ്ങളാൽ സമ്പന്നമായ ഈ സിനിമയിലൂടെ മലയാളികൾ കണ്ട മറ്റൊരു നടനാണ് അഭിനയ്. അന്ന് വെറും 21കാരനായിരുന്ന അഭിനയ് ചിത്രത്തിലെ നായികയെ കെട്ടാൻ വരുന്ന ചുള്ളൻ പയ്യനായിട്ടാണ് എത്തിയത്. കറുത്ത കോട്ടും സ്യൂട്ടും ഒക്കെയിട്ട് സുന്ദരനായി വന്ന അഭിനയ് ഏതാനും മിനിറ്റുകൾ മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മലയാളി മനസ്സുകളിൽ ശ്രദ്ധ നേടുവാൻ ആ പയ്യന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ 44കാരനായ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് വാർത്തകളായി പരക്കുന്നത്. നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി രാധാമണിയുടെ ഏക മകനായിരുന്ന അഭിനയിയുടെ അവസ്ഥ രാധാമണിയുടെ മരണത്തോടെ ദയനീയമായി മാറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. 2014 റിലീസ് ചെയ്ത വല്ലവനക്കും പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഗുരുതരമായ കരൾരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് ആ നടൻ. മരണത്തിലേക്ക് അതിവേഗം പോകുന്ന തന്റെ അവസാന നാളുകൾ ഉടനെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത് വേദനയോടെയാണ് ആരാധകർ കേട്ടത്. നഗരത്തിലെ സർക്കാർ മെസ്സിൽ നിന്നുമാണ് ഇപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ഓരോ ദിവസങ്ങളും അതീവ ദയനീയമായാണ് മുന്നോട്ടു പോകുന്നത്.